Hello, I'm Safna, consultant psychologist and assistant professor. നമ്മൾ പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് പേഷ്യൻസ് വരുന്ന സമയത്ത് അവരുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാകുന്ന എറേഴ്സ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇതുപോലെ വരുന്ന കൊഗ്നേറ്റീവ് എറേഴ്സിനെ നമ്മൾ കൊഗ്നേറ്റീവ് ബയാസ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ബയാസാണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നമുക്ക് ഒരു ഇൻസിഡൻറ്റിൽ ഒരു ഇഷ്യൂ വന്നു, അതിനുശേഷം നമ്മൾ എല്ലാം അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഫുഡ് ഓർഡർ ചെയ്തു. നിർഭാഗ്യവശാൽ ആ ഫുഡ് അത്ര പോരായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുകയാണ് ആ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ് വളരെ മോശം സർവീസാണ്, അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലിലെ എല്ലാ ഭക്ഷണവും മോശമാണ് എന്ന രീതിയിൽ നമ്മൾ ഓവറായിട്ട് ജനറലൈസ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എറേഴ്സ് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ അത് ബാധിക്കും. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു ആളുടെ അടുത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവരും അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജെൻഡറിൻ്റെ അടുത്തു നിന്നാണ് അത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ എല്ലാ ജെൻഡറിലുള്ള ആളുകളും, അതായത് ഇപ്പോൾ ഒരു മെയിലിൻ്റെ അടുത്തു നിന്നാണെങ്കിൽ എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആണെങ്കിൽ എല്ലാ ഫീമെയിൽസും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ജനറലൈസ് ചെയ്യുന്നതാണ് ഈ ഒരു കൊഗ്നിറ്റീവ് എറർ എന്ന് പറയുന്നത്. ഇനി വരുന്ന വീഡിയോസിൽ ബാക്കി എറേഴ്സിനെ കുറിച്ചോ ബയാസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.